സ്വഹീഹുൽ ബുഖാരി ദർസ് 74 കിതാബുൽ ഇൽമ് ദീനി വിജ്ഞാനം സംബന്ധിച്ച കിതാബ്. അടുത്ത അധ്യായം ബാബു സുആലി വൽ ഫുതിയ ഇൻദ റമ്യൽ ജിമാരി. ബാബു അധ്യായം അസുആലി ചോദ്യം സംബന്ധിച്ച്, വൽ ഫുതിയ ഫത്വ നൽകുന്നത് സംബന്ധിച്ചും, ഇൻദ റമ്യൽ ജിമാരി ജംറകളിൽ എറിയുന്ന സമയത്ത്. അപ്പോൾ ജംറകളിൽ എറിയുമ്പോൾ ദീനി വിഷയങ്ങൾ സംബന്ധിച്ച് സംശയം ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് ഹജ്ജ് കർമ്മങ്ങൾ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അതിന് മറുപടി കൊടുക്കാം എന്നത് സംബന്ധിച്ച് പറയുന്ന അധ്യായമാണ്. ഹദീസ് നമ്പർ 124. ഹദ്ദസന അബൂ നുഐമിൻ ഖാല ഹദ്ദസന അബ്ദുൽ അസീസ് ബിൻ അബി സലമത അൻ الزهري عن عيسى بن طلحة عن عبد الله بن عمرو قال അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനം. അദ്ദേഹം പറഞ്ഞു, റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദൽ ജംറതി, ഞാൻ ജംറയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, ജംറക്കടുത്ത് വെച്ച്. വഹു യുസ്അലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല സംശയങ്ങളും ചോദിക്കുന്നു. ഫഖാല റജുലുൻ, അപ്പോൾ ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, നഹർതു ഖബ്ല അൻ അർമിയ, ഞാൻ ജംറയിൽ എറിയുന്നതിന് മുമ്പ് നഹർ ചെയ്തു, ബലി അർപ്പിച്ചു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർമി വലാ ഹറജ, താങ്കൾ എറിഞ്ഞോളൂ ഇനി, വലാ ഹറജ, കുഴപ്പമില്ല. ഖാല ആഖർ, മറ്റൊരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഹലഖതു ഖബ്ല അൻ അൻഹറ, ഹലഖതു, ഞാൻ മുടി മുണ്ടനം ചെയ്തു, ഖബ്ല അൻ അൻഹറ, ഞാൻ നഹർ അർപ്പിക്കുന്നതിന് മുമ്പ്, നഹർ ബലി അർപ്പിക്കുന്നതിന് മുമ്പ്, അറവ് നടത്തുന്നതിന് മുമ്പ്. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻഹർ വലാ ഹറജ, നീ ഇനി ബലി അർപ്പിച്ചോളൂ, അറവ് നടത്തിക്കോളൂ, വലാ ഹറജ, കുഴപ്പമില്ല. ഫമാ സുഇല അൻ ഷൈഇൻ ഖുദ്ദിമ വലാ ഉഖിറ, അപ്പോൾ മുന്തിക്കപ്പെട്ടതോ പിന്തിക്കപ്പെട്ടതോ ആയ ഒരു കാര്യം അതിനെപ്പറ്റി ചോദിച്ചപ്പോഴൊക്കെ ഇല്ലാ കാല, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടല്ലാതെ ഇല്ല, ഇഫ് അൽ വലാ ഹർജ, അത് പ്രവർത്തിച്ചോളൂ, കുഴപ്പമില്ല. അതായത് അതിൽ ഒരു തർത്തീബ് നിർബന്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല എന്നതാണ് ക്രമം. അപ്പോൾ ഹജ്ജിൽ ജംറയിൽ എറിയൽ, അറവ് നടത്തൽ, മുടി മുണ്ടനം ചെയ്യുക അല്ലെങ്കിൽ മുടി മുറിക്കുക എന്ന ക്രമത്തിലാണ് ഉത്തമം. എന്നാൽ അറിവില്ലായ്മ കൊണ്ടോ മറ്റോ ഇതിൽ ക്രമം മാറുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. ഇനി ജംറയിൽ എറിയുക പോലുള്ള കർമ്മങ്ങളിൽ ഏർപ്പെട്ട വ്യക്തിയോട് ദീനിയായ പ്രത്യേകിച്ച് ഹജ്ജ് സംബന്ധമായ സംശയ നിവാരണം നടത്താം. അതേപോലെ വഴിയിൽ വെച്ചോ മറ്റു ജോലികളിൽ അള്ളാഹുവിന് ത്വാഅത്തായിട്ട് ബന്ധപ്പെട്ട ജോലികളിൽ ഏർപ്പെട്ട സമയത്തോ ഉസ്താദിന് പ്രയാസമുണ്ടാക്കാത്ത വിധത്തിൽ സംശയ നിവാരണം നടത്തുന്നതിന് കുഴപ്പമില്ല. ഇതൊക്കെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അടുത്ത അധ്യായം ബാബു ഖൗലില്ലാഹി തആല വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, വമാ ഊതീതും മിനൽ ഇൽമി, നിങ്ങൾക്ക് ഇൽമിൽ നിന്ന് നൽകപ്പെട്ടിട്ടില്ല, ഇല്ലാ ഖലീല, കുറച്ചല്ലാതെ, കുറച്ച് മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ എന്നർത്ഥം. ഹദീസ് നമ്പർ 125. ഹദ്ദസന ഖൈസ് ബിൻ ഹഫ്സ് ഖാല ഹദ്ദസന അബ്ദുൽ വാഹിദ് ഖാല ഹദ്ദസന അൽ അഅ്മശ് സുലൈമാൻ അൻ ഇബ്രാഹിമ അൻ അൽഖമത അൻ അബ്ദുല്ലാഹി ഖാല. അപ്പോൾ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത്, ഖാല ബൈന അന അംശി മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നടക്കുമ്പോൾ, ഫീ ഖരിബിൽ മദീനത്തി, മദീനയിൽ ഒഴിഞ്ഞ പ്രദേശത്ത് കൂടി നടക്കുമ്പോൾ, വഹുവ യതവക്കഉ അലാ അസീബിൻ മഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തോടൊപ്പമുള്ള അല്ലെങ്കിൽ അവിടുത്തെ കയ്യിലുള്ള ഒരു അസീബ് പറഞ്ഞാൽ ഈത്തപ്പന തടിയുടെ അതിൻ്റെ കമ്പ്, ഒരു വടി ഉപയോഗിച്ചുകൊണ്ട് അതിൽ ഊന്നിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്നത്, സഞ്ചരിക്കുന്നത്. യതവക്ക പറഞ്ഞാൽ അത് ഊന്നിക്കൊണ്ട്. ഫമറ ബിനഫരിൻ മിനൽ യഹൂദി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദികളുടെ ഒരു സംഘത്തിൻ്റെ അടുത്തൂടെ പാസ് ചെയ്തു. ഫഖാല ബഅ്ദുഹും ലിബഅ്ദിൻ, അപ്പോൾ അവർ പരസ്പരം പറഞ്ഞു, ചിലരോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പരസ്പരം പറഞ്ഞു, സലൂഹു അനി റൂഹി, അയാളോട്
അറൂഹിനെ കുറിച്ച്, ആത്മാവിനെ കുറിച്ച് ചോദിക്കൂ. വഖാല ബഅദുഹും, അപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു, ലാ തസ്അലുഹു, അയാളോട് ചോദിക്കണ്ട നിങ്ങൾ. ലാ യജിഉ ഫിഹി ഷൈഇൻ ബിശൈഇൻ തക്റഹൂനഹു, നിങ്ങൾ വെറുക്കുന്ന കാര്യം, അതായത് നമ്മൾ വെറുക്കുന്ന കാര്യം, ഒരു കാര്യം അദ്ദേഹം പറഞ്ഞേക്കാം, അത് കൊണ്ടുവന്നേക്കാം എന്ന്. അപ്പോൾ അത് കൊണ്ടുവരാതിരിക്കാൻ നിങ്ങൾ ചോദിക്കരുത് എന്നതാണ്. ഫഖാല ബഅദുഹും, അപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു, ലനസ്അലന്നഹു, നിശ്ചയം ഞങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും എന്ന്. ഫഖാമ റജുലുൻ മിൻഹും, അങ്ങനെ അവരിൽ നിന്നുള്ള ഒരാൾ എണീറ്റു. ഫഖാൽ, എന്നിട്ട് അയാൾ പറഞ്ഞു, യാ അബുൽ ഖാസിം, ഓ അബുൽ ഖാസിം. ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബുൽ ഖാസിം എന്നാണ് വിളിച്ചിരുന്നത്. റൂഹ്, റൂഹ് എന്താണ്? റൂഹ് എന്താണ്? ആത്മാവ്. ഫസക്കത്ത, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൗനം പാലിച്ചു, മൗനം ദീക്ഷിച്ചു. അപ്പോൾ റൂഹ്, ആത്മാവ് എന്താണ്, അതിൻ്റെ ഹഖീഖത്ത്, യാഥാർത്ഥ്യം എന്താണ് എന്നാണ് ചോദ്യം. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ആര്? അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നഹു യുഹാ ഇലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി വന്നുകൊണ്ടിരിക്കുകയാണ്, വഹി നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ന് അദ്ദേഹം ഇങ്ങനെ സ്വയം പറഞ്ഞു. ആര്? അബ്ദുല്ലാഹി ബിൻ അംർ. ഇത് കണ്ടുകൊണ്ട്, കാരണം നബി മിണ്ടാതിരിക്കുകയാണ്, ചോദിച്ചതിന് മറുപടി പറയുന്നില്ല. അപ്പോൾ ഫഖുംതു, അങ്ങനെ ഞാൻ എണീറ്റു. ഫലമ്മ അൻജല അൻഹു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നിന്ന് മുക്തനായപ്പോൾ, ആ വഹി വരുന്നതിൽ നിന്ന് തീർന്നപ്പോൾ, ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയസ്അലൂനക അനിർ റൂഹ് ഖുൽ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. വയസ്അലൂനക അനിർ റൂഹ്, അർ-റൂഹ്, ആത്മാവിനെ സംബന്ധിച്ച് അവർ താങ്കളോട് ചോദിക്കും. ഖുൽ റൂഹു മിൻ അംരി റബ്ബി, ഖുൽ, നബിയെ പറയുക, അർ-റൂഹ്, അർ-റൂഹ്, ആത്മാവ് എന്നത്, മിൻ അംരി റബ്ബി, എൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രമേ അതിൻ്റെ ഹഖീഖത്ത് അറിയൂ, അള്ളാഹുവിൻ്റെ മാത്രം അറിവിൽപ്പെട്ട സംഗതിയാണ്. വമാ ഊതീതും മിനൽ ഇൽമി, നിങ്ങൾക്ക് ഇൽമിൽ നിന്ന് നൽകപ്പെട്ടിട്ടില്ല, ഇല്ലാ ഖലീല, കുറച്ച് മാത്രമല്ലാതെ. ഇതിൻ്റെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ചില സംഗതികൾ അള്ളാഹുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ സൃഷ്ടികൾക്ക്, അതിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണെങ്കിൽ പോലും നൽകപ്പെട്ട അറിവ് എന്ന് പറയുന്നത് കുറവാണ്, വളരെ കുറവാണ്, അള്ളാഹുമായി താരതമ്യപ്പെടുത്തുന്നു. ആയത്തുൽ കുർസിയിലെ ഒരു ഭാഗത്ത് നമുക്ക് കാണാം, വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അതിൻ്റെ അർത്ഥം, അവൻ ഉദ്ദേശിച്ചതിനെ കുറിച്ചല്ലാതെ, അള്ളാഹു ഉദ്ദേശിച്ചതിനെ കുറിച്ചല്ലാതെ യാതൊന്നിനെ കുറിച്ചും അവർ സൂക്ഷ്മമായി അറിയുകയില്ല എന്നുള്ളതാണ് എൻ്റെ ആശയം. റൂഹ്, അത് ആത്മാവ് സംബന്ധിച്ച യഥാർത്ഥമായ അറിവ് അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്നും മനസ്സിലാക്കാം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുണ്യം നേടുക.